കേരള സർ, നമ്പർ 1 സ്റ്റേറ്റ് സർ, ലിറ്ററസി സർ എന്ന് കളിയാക്കുന്നവർക്ക് അഭിമാനത്തോടെ കാണാനുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ പൊങ്കാല. കേരളത്തിലെ പൊങ്കാലയ്ക്ക് പാളയം മുസ്ലിം പള്ളിക്ക് മുമ്പിൽ അവർ തന്നെ അവിടെ പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്ക് വെള്ളവും മറ്റു കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു. മണക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രാഥമിക കൃത്യങ്ങളടക്കം വെള്ളമടക്കം സൗകര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ ചിലയിടങ്ങളിലെങ്കിലും ഹോളി ആഘോഷങ്ങൾ ഏകദേശം ഒരേ ദിവസങ്ങളിലാണ് നടന്നത്. ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ നടക്കുമ്പോൾ 50-ലധികം മുസ്ലിം പള്ളികളാണ് ഇവർ ടാർപോളിനിട്ട് മറച്ചത്. പകരം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 99% ഈ ഹോളിക്ക് പോകുന്നവർ നല്ലവരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ ഈ 1% തീവ്ര ഹിന്ദുത്വവാദികൾ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ ഈ പള്ളികൾക്ക് നേരെ കാര്യങ്ങൾ എറിയുകയും പ്രകോപിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഹോളി ആഘോഷിക്കാൻ താല്പര്യമുള്ളവർ ഒരുമിച്ച് ഒന്ന് ആഘോഷിക്കട്ടെ, നല്ലതാണ്. അക്ബർ അടക്കമുള്ള നമ്മുടെ ഒരുപാട് രാജാക്കന്മാർ, ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ അടക്കമുള്ള ആൾക്കാർ ഹോളി ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തവർ കാണും, അത് അവരുടെ ഇഷ്ടം. പക്ഷേ ആ രീതിയിൽ അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റും പോലീസും ഒക്കെ ഈ പള്ളികൾ മൂടുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പൊങ്കാല ആഘോഷിക്കുമ്പോൾ ഇത് മതസൗഹാർദ്ദത്തിന്റെ കൂടെ പൊങ്കാലയാണ്, ഒരുമയുടെ പൊങ്കാലയാണ്. പാളയം ക്രിസ്ത്യൻ പള്ളിയും പാളയം മുസ്ലിം പള്ളിയും അടക്കം പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് വെള്ളവും സഹായ സഹകരണങ്ങളും കൊടുക്കുന്നു, അവർക്ക് ജ്യൂസ് കൊടുക്കുന്നു, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ കേരളം നമ്പർ 1 എന്ന് പറയുന്നത്. കേരളത്തെ പലപ്പോഴും കളിയാക്കുന്നവർ മറന്നു പോകുന്നത് ഇന്ത്യ പഠിക്കേണ്ടത് ഈ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മോഡലാണ്. നിങ്ങൾക്കിതിനെ അയ്യപ്പൻ വാവർ വെളുത്ത എന്ന മോഡൽ പറയാം, മഹാത്മാഗാന്ധി, മൗലാന അബുൽ കലാം ആസാദ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് എന്ന മോഡൽ പറയാം. പേരെന്ത് വിളിച്ചാലും നമ്മുടെ ഈ ഐക്യം, ഒരുമ, ബഹുസ്വരത, മതസൗഹാർദ്ദം എന്നീ കാര്യങ്ങൾ ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. നോർത്ത് ഇന്ത്യ ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഈസ്റ്റ് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. പക്ഷേ നോർത്ത് ഇന്ത്യക്കാരിൽ നിന്ന് പോസിറ്റീവായി പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരുടെയും സംസ്കാരം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം നമ്മളിൽ നിന്ന്, ദക്ഷിണ ഭാരതത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വിശിഷ്യ ലോകം പഠിക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലുമുള്ള തീവ്ര വിദ്വേഷവും വംശീയതയും വർഗീയതയും വിഭാഗീയതയും പറയുന്നവർ പഠിക്കേണ്ടത് ഈ ഒരുമയുടെ സൂക്തമാണ്. ആറ്റുകാൽ ഭഗവതിക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ, സ്ത്രീകൾ പൊങ്കാല നീതിക്കാൻ വരുമ്പോൾ ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും എല്ലാം അവരുടെ അങ്കണങ്ങൾ തുറന്നു കൊടുത്ത് മുസ്ലിം പള്ളിയുടെ അടക്കമുള്ള അങ്കണങ്ങളിൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് ഈ നാടിന്റെ മഹത്വം. ഈ നാടിന്റെ ഏറ്റവും വലിയ പവിത്രത അതാ, ഈ നാടിന്റെ ഒരുമയും ഐക്യവും ഒക്കെ അതാ. അപ്പൊ അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്നും ആകട്ടെ. അല്ലാതെ നാളെ ഒരു ഹിന്ദു ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളി മൂടിക്കെട്ടി വെക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മുടെ നാടിനുണ്ടാകരുത്. ഇതാണ് ഈ നാട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമ്പർ 1 സാർ, കേരള 100% ലിറ്ററസി സാർ എന്ന് നമുക്ക് അവർ കളിയാക്കിയാണ് പറയുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് നമ്മൾ നമ്പർ 1 ആകുന്നത്, മലയാളം കേരളം നമ്പർ 1 ആകുന്നത് നമ്മുടെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഉള്ളതുകൊണ്ടാണ്. അത് ആഘോഷിക്കാൻ നമുക്ക് എന്നും ആകട്ടെ. അള്ളാഹു എന്ന് വിളിച്ചാലും, പടച്ചവൻ എന്ന് വിളിച്ചാലും, യഹോവ എന്ന് വിളിച്ചാലും, കർത്താവ് എന്ന് വിളിച്ചാലും, പരബ്രഹ്മം എന്ന് വിളിച്ചാലും, പരമമായ ചൈതന്യമെന്നും ഈശ്വരൻ എന്നും അയ്യപ്പൻ എന്നും എന്ത് പേര് വിളിച്ചാലും ആ ശക്തി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം ആ ഒരുമയുടെ അല്ലെങ്കിൽ ഐക്യത്തിന്റെ, ബഹുസ്വരതയുടെ നന്മയുണ്ടാകട്ടെ.